ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഫോർമുലാസ് യൂസ് ചെയ്യാണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി പലരും വിചാരിച്ചിരിക്കുന്നത് കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു കോളം മാത്രമേ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഒരു റോ കംപ്ലീറ്റ് ആയിട്ടും, അതായത് നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടും ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. കണ്ടീഷണൽ ഫോമാറ്റിംഗിന്റെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കണ്ടീഷണൽ ഫോമാറ്റിംഗ് എവിടെയാണുള്ളതെന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ ഹോം ടാബിൽ തന്നെയാണുള്ളത്. ഹോം ടാബിൽ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം അല്ലേ. ഇതിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു എന്നുള്ളതൊക്കെ ഒരേ പാറ്റേണിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനിവിടെ ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കണ്ടീഷണൽ ഫോമാറ്റിംഗ് യൂസ് ചെയ്യുന്നതിന് മുൻപേ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നമ്മുടെ ഡാറ്റ സെലക്ട് ചെയ്യണം. ഇവിടെ ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് എബവ് 50,000 ഉള്ള എമൗണ്ട് ആണ്. അതായത് മന്ത്ലി സാലറി എബവ് 50,000 ഉള്ളത് മാത്രം എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത് മിക്കവരും ചെയ്യാറില്ല. അതായത് അവർ റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നമ്മുടെ ഡാറ്റ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡാറ്റ എന്താണോ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത് അതൊന്ന് സെലക്ട് ചെയ്യുക. ദെൻ കണ്ടീഷണൽ ഫോമാറ്റിംഗിലേക്ക് പോവുക. ഹൈലൈറ്റ് സെൽ റൂൾസ് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക. ഗ്രേറ്റർ ദാൻ ആണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഞാനിവിടെ 50,000 എബവ് ഉള്ളവരെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. എബവ് ഉള്ള എമൗണ്ട് ആണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫോമാറ്റിംഗ് യൂസ് ചെയ്യാം. റെഡ് ടെക്സ്റ്റ് കൊടുക്കുക അല്ലേ. റെഡ് ടെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നമ്മുടെ സെൽസ് കംപ്ലീറ്റും ഹൈലൈറ്റ് ആയിട്ടുണ്ട് അല്ലെ. ഈ കോളം കംപ്ലീറ്റ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഗ്രേറ്റർ ദാൻ എന്നുള്ള ഓപ്ഷൻ ആണ് അല്ലെ. അതേപോലെ തന്നെയാണ് ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ബിറ്റ്വീൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന് 2 റേഞ്ച് കൊടുക്കണം. അതായത് ഏതിൻ്റെയൊക്കെ ബിറ്റ്വീൻ ഉള്ളതാണ് എന്നുള്ളതിന് വേണ്ടിയിട്ട് 2 റേഞ്ച് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഈ റൂൾസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കണ്ടീഷണൽ ഫോമാറ്റിംഗിൽ തന്നെ പോവുക. ദെൻ താഴേക്ക് വരുമ്പോൾ ക്ലിയർ റൂൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്ലിയർ റൂൾസ് ഫ്രം സെലക്ടഡ് സെൽസ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് സെലക്ടഡ് സെൽസ് എന്ന് മാത്രം റൂൾസ് ക്ലിയർ ചെയ്തെടുക്കാൻ. ഇനി അതല്ല, ക്ലിയർ റൂൾസ് ഫ്രം എൻറ്റയർ ഷീറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഷീറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കണ്ടീഷണൽ ഫോമാറ്റിംഗ് എല്ലാം പോകുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ആകെ നമ്മൾ ഒന്നേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഞാൻ എൻറ്റയർ ഷീറ്റാണ് എടുക്കാൻ പോകുന്നത്. ക്ലിയർ ചെയ്യുന്നു. കണ്ടോ, നമ്മൾ ഹൈലൈറ്റ് ചെയ്തതൊക്കെ പോയി കഴിഞ്ഞു. ഇനി കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൻ്റെ അടുത്ത യൂസ് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ കോളം കംപ്ലീറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ കണ്ടീഷണൽ ഫോമാറ്റിംഗിലേക്ക് പോകുന്നു. ഹൈലൈറ്റ് സെൽ റൂൾസ് എടുക്കുന്നു. ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ എന്നുള്ള ഓപ്ഷനാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഞാൻ ആ മാർക്കറ്റിംഗ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിന് പകരം ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് എസ് എന്നാണ്. എസ്സിൽ തുടങ്ങുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എസ് എന്ന് കൊടുത്തു. ഫോമാറ്റ് ചെയ്യുന്നത് ഇപ്രാവശ്യം ഞാൻ കസ്റ്റം ഫോമാറ്റ് ആണ് എടുക്കുന്നത്. കസ്റ്റം ഫോമാറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിൽ കളർ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ദെൻ അഗെയിൻ ഓക്കെ. കണ്ടോ, നമുക്ക് എല്ലാ സെൽസും അല്ലെ, സപ്പോർട്ടുള്ള എല്ലാ സെൽസും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ എന്നുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ഫസ്റ്റ് ലെറ്റർ വരെ കൊടുത്തിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മൾ ഈ സപ്പോർട്ടിനെ മാറ്റിയിട്ട് IT കൊടുക്കുകയാണെന്ന് ഇരിക്കട്ടെ, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, അത് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മാർക്കറ്റിംഗ് മാറ്റിയിട്ട് ഞാനൊന്ന് അവിടെ സപ്പോർട്ട് കൊടുത്തു നോക്കാം. നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടീഷണൽ ഫോമാറ്റിംഗ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അതായത് നമ്മൾ വൺസ് റൂൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്ത് ചേഞ്ചസ് നമ്മുടെ വർക്ക്ഷീറ്റിന് വരുത്തിയിട്ടുണ്ടെങ്കിലും അത് ആ റൂളിനനുസരിച്ച് തന്നെ ഫോമാറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഡേറ്റിൻ്റെ കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വർക്ക്ഷീറ്റിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇതിലുള്ള കുറേ ഡേറ്റ് ഉണ്ട്. അതൊന്ന് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കട്ടെ. സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടീഷണൽ ഫോമാറ്റിംഗിൽ ഹൈലൈറ്റ് സെൽ റൂൾസ് എടുക്കുന്നു. അതിൽ ഡേറ്റ് ഒക്കറിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. യെസ്റ്റർഡേ ആണ് ഇവിടെ ഉള്ളത്. അത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ലാസ്റ്റ് മന്ത് എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് മന്ത് ഉള്ളത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഡേറ്റിൻ്റെ കേസിൽ ഇത് വർക്ക് ആവുന്നത്. ഇനി കണ്ടീഷണൽ ഫോമാറ്റിങ്ങിൻ്റെ ഒരു അടിപൊളി യൂസ് കാണാം. അതായത് നമ്മൾ ഈ നെയിമിനെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. നെയിമിൻ്റെ ഈ കോളം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടീഷണൽ ഫോമാറ്റിംഗ് എടുക്കുകയാണ്. അതിൽ ഇപ്രാവശ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആണ്. അതായത് നിങ്ങൾക്ക് ഈ കോളത്തിൽ ഏതെങ്കിലും ഒരു പേര് റിപ്പീറ്റഡ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോമാറ്റിംഗ് ഒന്ന് മാറ്റി കൊടുക്കാം. കസ്റ്റം ഫോമാറ്റിംഗ് എടുക്കുന്നു.
ദെൻ യെല്ലോ കളറാണ് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. എഗെയിൻ ഓക്കെ. കണ്ടോ, പോളാണ് ഇവിടെ 2 തവണ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരാളുടെ പേര് മാത്രമാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് തന്നെ നിങ്ങൾക്ക് 2 ലിസ്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യാനും യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഷീറ്റ് 3ലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ 2 കോളംസും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലേക്ക് പോകുന്നു. ഹൈലൈറ്റ് സെൽ റൂൾസിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമാറ്റിംഗ് എടുക്കാം. ഈ ഒരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉള്ളത് കണ്ടോ, ആഷ്ലി, വോക്കർ, ജോർജിയ, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടുള്ള വാല്യൂസ് ആണ് അല്ലേ. ഇങ്ങനെ ഡിഫറെൻറ്റ് ലിസ്റ്റിലുള്ള ഐറ്റംസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ ഈ ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് മന്ത്ലി സാലറി യൂസ് ചെയ്തിട്ട് തന്നെ വേറൊരു കാര്യം കൂടി ചെയ്യാം. അതായത് എനിക്കിവിടെ ഏറ്റവും ഹയസ്റ്റ് സാലറി എത്രയാണെന്ന് അറിയണം. അതായത് ടോപ്പിലിരിക്കുന്ന സാലറി എത്രയാണെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലേക്ക് പോവുക. ടോപ്പ് ഓർ ബോട്ടം റൂൾസ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കേണ്ടത്. അതിൽ ടോപ്പ് 10 ഐറ്റംസ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ടോപ്പിലിരിക്കുന്ന 10 സാലറീസ് ആണ് ഡിസ്പ്ലേ ആവുക. പക്ഷെ എനിക്ക് അതൊന്നും അല്ല വേണ്ടത്. എനിക്ക് ടോപ്പിലിരിക്കുന്ന ആളുടെ സാലറി മാത്രം മതിയെങ്കിൽ 1 എന്ന് ആക്കി വെച്ചതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് നോക്കാം ഹൈലൈറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. 92,000 ആണ് ഹയസ്റ്റ് സാലറി എന്ന് പറയുന്നത്. ഇത് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് സാലറി കണ്ടുപിടിക്കാനും യൂസ് ചെയ്യാം. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എടുത്തിട്ട് ഞാനൊന്ന് ക്ലിയർ റൂൾസ് ചെയ്യട്ടെ. അതിനുശേഷം വീണ്ടും ഞാനിത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലേക്ക് പോകുന്നു. ടോപ്പ് ഓർ ബോട്ടം റൂൾസിൽ ബോട്ടം 10 ഐറ്റംസ് എടുക്കുക. 3 സാലറീസ് ആണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് വരേണ്ടത്. ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ബോട്ടത്തിലിരിക്കുന്ന 3 ആൾക്കാരുടെ സാലറിയാണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ. ഇതേപോലെ ടോപ്പ് ഓർ ബോട്ടം റൂൾസ് യൂസ് ചെയ്ത് ടോപ്പ് 10%, ബോട്ടം 10% അതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് ഒരു കോളം മാത്രമേ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഡാറ്റ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാം. അതായത് റോസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ കൂടി നമുക്ക് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ദെൻ ഇപ്രാവശ്യം ഞാൻ പോകുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ന്യൂ റൂൾ എന്നതിലേക്കാണ്. ഓക്കെ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ളതാണ് എടുക്കാൻ പോകുന്നത്. ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട്, അതായത് ഫുൾ ടൈം, ഹാഫ് ടൈം, കോൺട്രാക്റ്റ് എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരെ മാത്രം കംപ്ലീറ്റ് ഹൈലൈറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ ടു സിമ്പിൾ ഇവിടെ ഇടുന്നു. ദെൻ ഫുൾ ടൈമിൻ്റെ ഈ ഒരു സെല്ല് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോളം മാത്രമേ നമുക്കിവിടെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫംഗ്ഷൻ കീയും F4 കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 ടൈംസ് പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ $സൈൻ ഫ്രണ്ടിൽ മാത്രം വന്ന് നിൽക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ കോളം മാത്രമാണ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഈക്വൽ ടു കോഡ്സിനകത്ത് ഫുൾ ടൈം എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ നമ്മുടെ കോഡ്സ് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഫോർമാറ്റിലേക്ക് പോവുക. ലൈറ്റ് ബ്ലൂ കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. എഗെയിൻ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫുൾ ടൈം ഉള്ളവരൊക്കെ തന്നെയും ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് റോ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഈ റൂൾ ഒന്ന് എഡിറ്റ് ചെയ്യണം എനിക്ക്. ഇതിൽ നമുക്ക് കോൺട്രാക്റ്റ് ഉള്ളവർ മാത്രം ഡിസ്പ്ലേ ചെയ്യണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഡാറ്റ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ പോവുക. മാനേജ് റൂൾസ് എടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള റൂളാണിത്. അപ്പോൾ അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്തത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഞാനിവിടെ കോൺട്രാക്റ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അഗെയിൻ ഓക്കെ. കോൺട്രാക്റ്റിനുള്ളവർ മാത്രം ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൂള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഡാറ്റാബാസിനെ പറ്റിയിട്ടാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഡാറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഡാറ്റാബാസ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഗ്രേഡിയൻറ്റ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് കുറച്ച് ലൈറ്റായിട്ട് നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കിട്ടും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെൽസിൽ തന്നെയുള്ള ഒരു ചാർട്ടാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, അതായത് നമ്മുടെ എമൗണ്ടിനനുസരിച്ച് ഏറ്റവും കൂടുതലുള്ള ആൾക്ക് എൻഡ് വരെ ആ സെൽസിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരിക്കും ആ ചാർട്ട് ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് സോളിഡ് ഫിൽ വേണമെങ്കിൽ ഇതെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ. ഇനി നമുക്ക് ചിലപ്പോൾ ഈ ബാസ് മാത്രം ഡിസ്പ്ലേ ചെയ്യിച്ചാൽ മതി. അതായത് നമ്മുടെ സാലറി ഒന്നും ആരും കാണണ്ട. അതേസമയം ഏറ്റവും ഹയസ്റ്റ് ഉള്ളത് ആർക്കാണ്, ഏറ്റവും ലോവസ്റ്റ് ഉള്ളത് ആർക്കാണ് എന്ന് നമുക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡാറ്റ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
കണ്ടീഷണൽ ഫോമാറ്റിംഗിലേക്ക് പോവുക. ഡാറ്റാ ബാർസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ഇതിൽ പോയിട്ട് മോർ റൂൾസ് എന്നുള്ള ഈ ഓപ്ഷൻ എടുക്കുക. അതിൽ ഷോ ബാർ ഓൺലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് ബാർസ് മാത്രമായിട്ടാണുള്ളത്. നമ്മുടെ വാല്യൂസ് ഒന്നും ഇവിടെ ഡിസ്പ്ലേ ആവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കാണിക്കുന്ന ആൾക്ക് മനസ്സിലാവും മെൽവിനാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സാലറി ഉള്ളത്. പക്ഷേ അയാൾക്ക് എത്രയാണെന്നുള്ളത് നമ്മൾ കാണിക്കുന്നുമില്ല. മനസ്സിലായല്ലോ. ഇതേപോലെ നമുക്ക് കളർ സ്കെയിൽസ് എന്നുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഏറ്റവും ഹയസ്റ്റ് ഗ്രീനിലാണ് കാണുന്നത്, ഏറ്റവും ലോവസ്റ്റ് കാണുന്നത് റെഡിലാണ്. ഇങ്ങനെ കളർ സ്കെയിൽസ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഐക്കൺ സെറ്റ്സ്, നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺ സെറ്റ്സ് ഇവിടെ കൊടുക്കാം. അതായത് സെയിം റേഞ്ചിലുള്ള വാല്യൂസ് സെയിം കളറിലായിരിക്കും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഐക്കൺ സെറ്റ്സിൽ അവൈലബിൾ ആണ്. കണ്ടല്ലോ, ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഷേപ്സ് ഉണ്ട്, പിന്നെ റേറ്റിംഗ്സ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള റേറ്റിംഗ്സും വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക്ഷീറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.